ഫുഡ് ഹഡിലേക്ക് സ്വാഗതം. നമുക്കിന്ന് എളുപ്പത്തിലൊരു തക്കാളി ചോറ് തയ്യാറാക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: മട്ടയരിയുടെ റൈസാണിത്, ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 പച്ചമുളക്, കറിവേപ്പില, ഒരല്പം ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, ഒരു ചെറിയ വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് തക്കാളി, ഒരു മീഡിയം സൈസ് സവാള. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ നാടൻ വെളിച്ചെണ്ണയാണ്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മതി. അത് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് ഒരല്പം സജീരകം ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മൾ ബിരിയാണിയിലൊക്കെ ചേർക്കുന്നില്ലേ, അതാണ്. ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് സവാള കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും സവാളയും എല്ലാം വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കാശ്മീരി മുളക് പൊടി 1 സ്പൂണുള്ള ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/4 സ്പൂൺ മീറ്റ് മസാല ചേർക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടമായതുകൊണ്ട് മാത്രം ചേർക്കുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ റൈസ് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ മട്ട റൈസാണ് എടുത്തേക്കുന്നത്. ഇത് ഏത് റൈസ് വെച്ച് ചെയ്യാം. ബിരിയാണി റൈസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാട്ടോ. ഞാനിപ്പോൾ ഈ റൈസ് കൂടി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇതെടുത്തത്. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിത് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നമുക്കിതിലേക്കൊരു മുട്ടയും കൂടെ ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കാം. അതിനാവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയുമാണ്. കുട്ടികൾക്ക് കൊടുത്തു വിടാനായിട്ടും വലിയവർക്കാണെങ്കിലും നല്ലതാട്ടോ. ഈ ഒരു ഓംലേറ്റും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.